ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഹൈന്ദവ ബോധത്തെയും നിരന്തരം കടന്നാക്രമിച്ച് ലൈക്ക് വാരിയ റാപ്പർ വേടൻ ന്യൂനപക്ഷ പ്രശ്നങ്ങളെ മാത്രം മോദി വീർപ്പിച്ച് ഒരു വിഭാഗം ആളുകളെ സന്തോഷിപ്പിച്ച് അവരുടെ തോളിലേറി ജീവിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കൃത്യമായ അജണ്ടയുമായി നടക്കുന്ന അതേ വേടൻ. പക്ഷേ ആ വിപ്ലവ വീര്യമൊക്കെ എവിടെ പോയി ഇപ്പോൾ? സൗദി അറേബ്യയിൽ പന്നിയിറച്ചി വിളമ്പുന്ന ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണെന്ന ഒരൊറ്റ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ തന്നെ സൗദി ഭരണകൂടത്തെയും അവിടുത്തെ നിയമങ്ങളെയും നമ്മുടെ നാട്ടിലെ വേടൻ മോന്റെ അജണ്ട പൊളിയുമെന്നും ഭയന്ന് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഓടിയെത്തി ഭയന്ന് വിറച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. കേരളത്തിലിരുന്ന് ഹിന്ദുത്വത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും തെറിവിളിക്കാനും ന്യൂനപക്ഷ കാർഡിറക്കി കയ്യടി നേടാനും വളരെ എളുപ്പമാണ്. എന്നാൽ സൗദി അറേബ്യയിലെ രാജവാഴ്ചയ്ക്കും കർശന നിയമങ്ങൾ മുന്നിലെത്തുമ്പോൾ ഈ വിപ്ലവകാരികളുടെ നട്ടില് വാഴപ്പിണ്ടി പോലെ വളയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേടന്റെ ഈ തരികിട അജണ്ടയെക്കുറിച്ചാണ്. ഹിന്ദുത്വ വിരോധം മാത്രം വിറ്റ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കപട ബിംബമായി ജീവിക്കുന്ന വേടന്റെ ഈ യഥാർത്ഥ മുഖംമൂടി നമ്മൾ ഇന്ന് വലിച്ചു കയറുകയാണ്. മുഴുവനായും കാണുക. തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന റാപ്പർ വേടൻ അവിടുത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തി പന്നിയിറച്ചി വിഭവങ്ങൾ വിളമ്പുന്ന ഒരു കൂറ്റൻ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ പോവുകയാണ് എന്നതായിരുന്നു ആ പ്രചാരണം. സാധാരണയായി തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കോ ആരോപണങ്ങൾക്കോ മറുപടി നൽകാത്ത വേടൻ ഈ വാർത്ത വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിത്തെറിച്ചു. തൊട്ടു പിന്നാലെ വേടൻ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു ദൈർഘ്യമേറിയ വിശദീകരണവുമായി രംഗത്തെത്തി. സൗദിയിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ തനിക്ക് ഒരു ബിസിനസ്സോ റെസ്റ്റോറൻറ്റോ ആരംഭിക്കാൻ പദ്ധതിയില്ല എന്നും അത്തരം വാർത്തകൾ തീർത്തും വ്യാജമാണെന്നും വേടൻ പറഞ്ഞു. സൗദി അറേബ്യയിലേക്ക് താൻ പോകുന്നത് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മാത്രമാണെന്നും ക്ഷണിച്ച രാജ്യത്തിന്റെ നിയമങ്ങളെയും ആചാരങ്ങളെയും താൻ ബഹുമാനിക്കുന്നുവെന്നും ഇങ്ങനെയൊക്കെയാണ് വേടൻ കുറിച്ചത്. എന്തൊരു എളിമ, എന്തൊരു വിനയം അല്ലേ! തനിക്കെതിരെ വ്യാജ വാർത്ത പരത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വരെ വേടൻ കൂട്ടിച്ചേർക്കുന്നു. ശരിയാണ്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിനെ ആരും ഇവിടെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സംഭവത്തിൽ വേടൻ കാണിച്ച തിടുക്കവും അവിടുത്തെ ഭരണകൂടത്തെ ഭയന്നുള്ള വാക്കുകളും നമ്മളെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അജണ്ടയിലേക്ക് കൂട്ടിപ്പോകുന്നുണ്ട്. അതായത് വേടൻ എന്ന കലാകാരൻ ജനിച്ചത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഹിന്ദുത്വ വിരോധവും ഹൈന്ദവ സംസ്കാരത്തിനെതിരെയുള്ള കടന്നാക്രമണവും. വേടന്റെ പാട്ടുകൾ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഹിന്ദുത്വവും ഹൈന്ദവ സംസ്കാരവും ഒക്കെയാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന വിശാലമായ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ട് ഹൈന്ദവ വികാരങ്ങളെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും നിരന്തരം വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നത് വേടന്റെ ഒരു തന്ത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണത്. എന്തുകൊണ്ടാണ് വേടൻ ഇത് ചെയ്യുന്നത്? കാരണം ന്യൂനപക്ഷ പ്രശ്നങ്ങളെ പൊക്കിപ്പിടിച്ചാൽ മാത്രമേ തനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നത് വേടന് നല്ലപോലെ അറിയാം. അവിടെ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടും. ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ പിന്തുണയും തീവ്ര ചിന്താഗതിയുള്ള ന്യൂനപക്ഷ ഗ്രൂപ്പുകളുടെ യൂട്യൂബ് വ്യൂസും ലൈക്കുകളും നേടാൻ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഞാൻ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാണ്, ഞാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. ഈ ഒരു ഇരവാദം, വിക്ടിം കാർഡ് ഇറക്കി വിട്ടാൽ കേരളത്തിലെ സാംസ്കാരിക വിപണിയിൽ നല്ല വില ലഭിക്കും. ഈ മാസ്റ്റർ പ്ലാനിലാണ് വേടൻ കളി തുടരുന്നത്. ഹിന്ദുത്വത്തെ തെറിവിളിക്കുമ്പോൾ ഇവിടെ സംരക്ഷിക്കാൻ പ്രബുദ്ധരെന്ന വ്യാജേന നടക്കുന്ന ചില ഇടത് ഇസ്ലാമിസ്റ്റ് സാംസ്കാരിക നായകന്മാരുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എന്ത് തെമ്മാടിത്തരവും വിപ്ലവത്തിന്റെ പേരിൽ പറയാം. എന്നാൽ വേടൻ മറന്നുപോയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ കപട വിപ്ലവ നാടകം ഗൾഫ് നാടുകളിൽ ചെലവാകില്ല എന്ന്. കേരളത്തിൽ ബീഫ് രാഷ്ട്രീയം പ്രസംഗിക്കുമ്പോൾ വേടന് 1000 നാവും സിംഹത്തിന്റെ വീര്യവുമാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന വേടൻ മറ്റൊരു ഭക്ഷണമായ പന്നിയിറച്ചിയുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത്? ഞാൻ രാവിലെയും 3 നേരവും കഴിക്കുന്നത് ബീഫാണെന്ന് പറയുന്ന ആളാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? ഒരാൾക്ക് ബീഫ് കഴിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ അത്രത്തോളം തന്നെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് പന്നിയിറച്ചി കഴിക്കാനുമുണ്ട്. എന്നാൽ കേരളത്തിൽ ബീഫിന്റെ പേരിൽ വിപ്ലവം പറയുന്ന വേടൻ സൗദി അറേബ്യയിൽ പന്നിയിറച്ചി നിരോധിച്ചതിനെ കുറിച്ച് ഒരു വരി പോലും മിണ്ടുന്നില്ല. ഇത് മാത്രമല്ല, അയ്യോ ഞാൻ അവിടുത്തെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും നിയമങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നയാളാണെന്നും പറഞ്ഞ് കാലു പിടിക്കാൻ ഓടുകയും ചെയ്യും. എന്തുകൊണ്ട് വേടൻ സൗദിയുടെ പന്നിയിറച്ചി നിരോധനത്തെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തോട് ഭക്ഷണ സ്വാതന്ത്ര്യം മനുഷ്യന്റെ അവകാശമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ
ഒരു വിപ്ലവ റാപ്പർ തയ്യാറാകുന്നില്ല. കാരണം വളരെ വ്യക്തമാണ്. സൗദി അറേബ്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വിമർശിക്കുന്നത് പോലെ കളിച്ചാൽ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് വേടന് നല്ലതുപോലെ അറിയാം. അവിടുത്തെ രാജവാഴ്ചയ്ക്ക് മുന്നിൽ തല കുനിച്ചിട്ടില്ലെങ്കിൽ പെർഫോമൻസ് നടത്താൻ കിട്ടുന്ന ലക്ഷങ്ങൾ നഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ച ചില സ്ട്രാറ്റജിയും അദ്ദേഹത്തിന്റെ അജണ്ടയും പൊളിഞ്ഞു പോകും. അവിടെ വാ തുറന്നാൽ നാട് കടത്തപ്പെടും. അപ്പോൾ വേടന്റെ വിപ്ലവം എന്നത് ആർക്കെതിരെയാണ്? ഭയമില്ലാത്ത, പ്രതികരിക്കാത്ത, ജനാധിപത്യപരമായി സ്വാതന്ത്ര്യം നൽകുന്ന ഇടങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന ഒരു വെറും ഭീരുത്വം തന്നെയാണ്. വേടൻ എന്ന് പറയുന്ന ബ്രാൻഡ് നിലനിൽക്കുന്നത് തന്നെ ന്യൂനപക്ഷ സംരക്ഷകൻ എന്ന വ്യാജ പരിവേഷത്തിലാണ്. നാട്ടിൽ ഹൈന്ദവ ആചാര്യങ്ങളെയും വിശ്വാസങ്ങളെയും അടിച്ചമർത്തപ്പെട്ടവരെയും എല്ലാം അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം നിന്ന് വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന വരികൾ എഴുതുക, അടിച്ചമർത്തപ്പെട്ടവരുടെ ആരൂപമായി അഭിനയിക്കുക, അതിലൂടെ ന്യൂനപക്ഷ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? തൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും തൻ്റെ ഉയർച്ചയ്ക്കും ഗൾഫിലെ ഷോകൾക്കും ഭീഷണി വരുന്നു എന്ന് കണ്ട നിമിഷം താൻ ഉയർത്തിപ്പിടിച്ച എല്ലാ ഭക്ഷണ സ്വാതന്ത്ര്യ സിദ്ധാന്തങ്ങളെയും വേടൻ തള്ളിപ്പറഞ്ഞു. സൗദിയിലെ പണവും പരിപാടിയും വേണം, അതുകൊണ്ട് അവിടുത്തെ വ്യവസ്ഥിതിക്ക് മുന്നിൽ അടിയറവ് പറയാൻ വേടന് യാതൊരു മടിയുമില്ല. എന്നാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ കൊത്തിപ്പറിക്കാൻ വേടന് യാതൊരു മടിയുമില്ല താനും. ഇതിനെയാണോ നിങ്ങൾ വിപ്ലവം എന്ന് വിളിക്കുന്നത്? ഇതിന്റെ പേരാണ് ശുദ്ധ അവസരവാദം. ന്യൂനപക്ഷ വികാരം വിറ്റ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ കടുത്ത നിയമങ്ങളെ ശിരസ വഹിക്കുകയും ചെയ്യുന്ന ഇരട്ടത്തപ്പാണ് വേടൻ എന്ന കലാകാരന്റെ മുഖമുദ്ര. ഇതാദ്യമായിട്ടൊന്നും അല്ല വേടൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. പാട്ടുകളിൽ വലിയ സ്ത്രീ സമത്വവും മാനവികതയും അടിച്ചമർത്തപ്പെട്ടവരുടെ വേദനയും പ്രസംഗിച്ച അതേ വേടനെതിരെ എത്രയെത്ര മീറ്റു ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എത്രയെത്ര പീഡന ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അന്നും സമാനമായ രീതിയിൽ മാപ്പപേക്ഷയുമായി വരാൻ വേടൻ നിർബന്ധിതനായി. താൻ പാട്ടുകളിൽ എഴുതി വെക്കുന്ന വരികളോട് സ്വന്തം വ്യക്തി ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത ആളാണ് താനെന്ന് വേടൻ അന്നേ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ലഹരി മരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും തൃശ്ശൂരിലും ഉയർന്നു വന്ന വിവാദങ്ങൾ. ഇവയെല്ലാം തെളിയിക്കുന്നത് ഒന്നാണ്, വേടൻ കെട്ടിപ്പടുത്ത ഈ ഒരു റെബൽ ബിംബം അങ്ങേയറ്റം പൊള്ളയായ പ്ലാസ്റ്റിക് ബിംബമാണ്. സ്വന്തം ജീവിതത്തിൽ യാതൊരുവിധ മൂല്യങ്ങളോ അച്ചടക്കമോ ഇല്ലാത്തൊരാൾ ഹൈന്ദവ ബോധത്തെ മാത്രം തെറിവിളിച്ചൊരു വിഭാഗത്തിന്റെ കയ്യടി വാങ്ങി ജീവിക്കുന്ന കപട വേഷം കെട്ടലുകാരൻ മാത്രമാണ്. ഈ വിഷയത്തിൽ വേടൻ നൽകിയ ഇൻസ്റ്റഗ്രാം വിശദീകരണം നമ്മൾ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തണം, വിമർശിക്കണം. തന്റെ കലാജീവിതത്തെ തകർക്കാൻ ആരോ ബോധപൂർവം ചെയ്ത് ഗൂഢാലോചനയാണെന്നാണ് ഈ പന്നിയിറച്ചി വാർത്ത എന്നാണ് വേടൻ പറയുന്നത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ നിലപാട് സിംഹമേ, തങ്ങളുടെ നിലപാട് ഇവിടെ ഒന്ന് പറഞ്ഞാട്ടെ. പൊതുസമൂഹം ഇവിടെ ചോദിക്കുന്ന ചോദ്യം വേടന് മനസ്സിലാകുന്നില്ലേ? ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഹിന്ദുത്വ ഭരണകൂടത്തിന് എന്താണ് അവകാശം എന്ന് ചോദിച്ച് ചൂടാവുന്നു. എന്നാൽ ഗൾഫിലേക്ക് പോകുമ്പോൾ അയ്യോ സൗദി അറേബ്യയിൽ പന്നിയിറച്ചി നിരോധിച്ചിട്ടുണ്ടേ, അപ്പോൾ ഞാൻ അവിടുത്തെ മൂല്യങ്ങളെ ബഹുമാനിക്കണമേ, അവിടുത്തെ പുണ്യഭൂമിയുടെ നിയമങ്ങളെ ഞാൻ ലംഘിക്കില്ല, ഞാൻ അവിടുത്തെ ഭരണകൂടത്തെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിനീത വിധേയനാകുന്നു. ഒരു യഥാർത്ഥ നിലപാടുള്ള കലാകാരനാണെങ്കിൽ ലോകത്തെവിടെ പോയാലും ഭരണകൂടങ്ങളുടെ കടന്നുകയറ്റങ്ങൾക്കെതിരെ സംസാരിക്കണം. എന്നാൽ ഭയമുള്ളിടത്ത് നട്ടെല്ല് വളയ്ക്കുകയും സുരക്ഷിതമായ ഇടങ്ങളിൽ വന്ന് വിപ്ലവം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ്, ഈ ഭീരുവിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഹിന്ദുത്വ വിമർശനം എന്നത് വേടന് വിപ്ലവമല്ല, മറിച്ച് തൻ്റെ കമ്പോള മൂല്യം നിലനിർത്താനുള്ള ഒരു വില കുറഞ്ഞ യന്ത്രം അല്ലെങ്കിൽ തന്ത്രം മാത്രമാണ്. എന്തായാലും വേടൻ്റെ ഈ നിലപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.